പൂനെയിൽ കൊല്ലപ്പെട്ട 4 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. കൊല്ലപ്പെടുന്നതുവരെ മൃഗീയമായിട്ടാണ് ഭീംറാവു കാംബ്ലെ എന്ന 65-കാരൻ കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ അതിവേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നീക്കം. ഭീംറാവുവിനെ പോലെയുള്ളവരെ ഉടൻ തീർത്തു കളയണമെന്നാണ് രാജ് താക്കറെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പൂനെയിലെ ഭോറിൽ 4 വയസ്സുകാരിയെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികിയ ശേഷമാണ് കുഞ്ഞിനെ 65-കാരൻ പീഡിപ്പിച്ചത്. കുട്ടിയുടെ തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചതിന്റെ മാരകമായ പരിക്കുകളും നെഞ്ചിലും ശരീരത്തിലും ക്രൂരമായ അടിയേറ്റതിന്റെ ക്ഷതങ്ങളും ഉണ്ടായിരുന്നു. നസ്രാപൂർ ഗ്രാമത്തിലെ അമൂമ്മയുടെ വീട്ടിലെത്തിയ കുഞ്ഞിനെ ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ഭീംറാവു കാംബ്ലെ കൂട്ടിക്കൊണ്ടുപോയത്. ഭോറിലെ ഒരു കന്നുകാലി ഷെഡിൽ കുഞ്ഞിനെ എത്തിച്ച ശേഷമായിരുന്നു ക്രൂരമായ ആക്രമണം. അരുംകൊലയ്ക്ക് പിന്നാലെ പിടിക്കപ്പെട്ട ഭീംറാവു കാംബ്ലെക്കെതിരെ 1998-ൽ പീഡനക്കേസും 2015-ൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഉപദ്രവിച്ച പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി ഇയാളെ വെറുതെ വിട്ടിരുന്നു. കുറ്റവാളിക്ക് വധശിക്ഷ ലഭിക്കും വരെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. ഭീംറാവു കാംബ്ലെക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തയ്യാറാക്കിയ നിവേദനവും സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ക്രൂരത ചെയ്യുന്നവരെ തീർത്തു കളയുകയാണ് വേണ്ടതെന്ന് രാജ് താക്കറെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തു. പ്രതികൾക്ക് നിയമത്തെ ഭയമില്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ നസ്രാപൂർ ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നാകെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു. 15 ദിവസത്തിനുള്ളിൽ പഴുതുകളില്ലാത്ത കുറ്റപത്രം നൽകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാനായത്. അടുത്തുള്ള ഒരു വീട്ടിലെ CCTVയിൽ കൊലപാതകി കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിവേഗം ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതശരീരം ഷെഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.